വികാരിമാരായിരിക്കുന്ന പ്രിയപ്പെട്ട വർഗീസ് ആലോചിച്ച് ചെറുകിട ബിസിനസ് സ്ഥാപകരായി സംഭവിച്ചു. മൂന്നാം ദിവസം ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് ഇല്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുന്നില്ല, എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുകയും യഹൂദരുടെ ശുദ്ധീകരണ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും രണ്ടോ അളവുകളായിരുന്നു. അവരെല്ലാം വെച്ചു. ഇനി പറഞ്ഞു. അവരെ പ്രകാരം ചെയ്തു. കലവറക്കാരൻ നോക്കി. അത് ഇവിടുന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും അതിഥികൾക്ക് വിളിച്ചു കഴിയുമ്പോൾ താഴ്ന്നു നൽകും. എന്നാൽ നീ നല്ലവയും ജോലിയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിക്കുക. അടയാളങ്ങളുടെ ആരംഭമാണ്. വലിയ കാണാതെ ഈ അർത്ഥം. അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വിവാഹം നടക്കുകയും ഇവർ സന്തോഷിക്കുകയും ചെയ്യത്തക്കവണ്ണം സൗഭാഗ്യകാലങ്ങളിൽ ഇവർക്ക് നൽകണമേ. അദൃശ്യമായ നിന്റെ വലത്തുകൈ ഇവരിൽ ആവശ്യപ്പിച്ച് നിന്റെ ശ്രീമായാൽ ഇവരെ കാത്തുകൊള്ളുകയും ഉപദ്രവങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആയുഷ്കാലം മുഴുവൻ ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അവന്റെ കൃപ നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിബിയന്മാരുടെ സമരങ്ങളിൽ അവരോടുകൂടിയും സ്നേഹന്മാരുടെ കാലങ്ങളിൽ അവരോടുകൂടിയും ഇരുന്നിട്ടുള്ള കർത്താവിന്റെ ബലമുള്ളതും വിജയസമ്പൂർണവുമായ വലതുകളെ ഈ സമൂഹത്തിലും വിവാഹസമ്മതം നൽകിയിരിക്കുന്ന നിങ്ങളിലും ആതിഥേയരിലും അതിഥികളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ കൃപയും കരുണയും നിന്റെ മേൽ വന്നാവസിക്കുമാറാകട്ടെ. പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും കൃപ നിന്റെ മേൽ വന്നാവസിക്കുകയും നിന്നോടൊപ്പം നിന്നെ അഭിഷേകം ചെയ്യുകയും ചെയ്യട്ടെ. പാലിക്കുമോ? പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും Maria,
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ആത്മീയമായ ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ പരേതരെയും പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, വിലയിലും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസ ജീവിതത്തിലും പള്ളിയുടെ ആത്മീയമായ കാര്യങ്ങളിലും കൂട്ടായ്മയിലും വളരെ സജീവമായി വളരുകയും വിശ്വാസത്തിന് ആഴപ്പെട്ട് ഇന്നും പള്ളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകളായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലെന്നിന് 100% ഗ്യാരൻറ്റിയോടുകൂടി ഞങ്ങൾ മെർലിനെ വരവേൽപ്പിക്കുകയാണ്. ഇപ്രകാരം വളരാനുള്ള ഒരു കുടുംബ സാഹചര്യം ദൈവം ഭവനത്തിൽ ഒരുക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എൻ്റെ ഫാമിലി സ്റ്റാറ്റസും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അത് ദൈവത്തിന് എപ്പോഴും പ്രഥമ പരിഗണന കൊടുക്കുന്ന ഒരു കുടുംബാന്തരീക്ഷമാണ് എപ്പോഴും ആ ഭവനത്തിലുള്ളത്. അതിൻ്റെ നന്മകളെല്ലാം മെർലിനും മെൽവിനും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ കുടുംബം, പുത്തൻ വീട് കുടുംബം, റോബിൻചാനും മേരിമാമയും ഈ പള്ളിയിലെ ജീവനാടികൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മനോഹരമായ പള്ളി ഇവിടെ പണിയുന്ന സമയത്ത് പ്രിയപ്പെട്ട വിൽസനച്ചനോട് ചേർന്ന് ആ പള്ളി പണിയിലൂടെ മെർലിൻ്റെ പപ്പ റോബിൻചാൻ നടത്തിയ ഒരു വലിയ പരിശ്രമവും പിൻബലവും ഉണ്ട്. ആ ഒരു സ്നേഹബന്ധമാണ് വിൽസനച്ചനും ഈ കുടുംബത്തോടുള്ളത്. എപ്പോഴും റോബിൻചാൻ വളരെ അഭിമാനത്തോടെ ഈ പള്ളി പണിഞ്ഞ കാര്യം എന്നോട് പറയാറുണ്ട്. അപ്പോൾ അത്രമാത്രം വേണ്ടപ്പെട്ടൊരു കുടുംബം. അതോടൊപ്പം മെർലിൻ്റെ അമ്മ മേരിമാമ പള്ളിയിൽ ഇപ്പോഴത്തെ കമ്മിറ്റി അംഗമാണ്. അതോടൊപ്പം ജില്ലയിലെ ഞങ്ങളുടെ മാതൃവേദിയുടെ ഭരണസമിതി അംഗമാണ്. അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. 100% വിശ്വാസത്തിലും ദൈവഭക്തിയിലും ദൈവകൃപയിലും ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ മകളെ വളരെ പൗരാണികമായ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലേക്ക്, ഒരു ഇടവക പള്ളിയിലേക്ക്, അരുവിത്തുറ സെയിൻറ്റ് ജോർജ് ഫൊറോന പള്ളി കേരളത്തിലെ തന്നെ പ്രശസ്തമായ സഹതാട നാമത്തിലുള്ള ഒരു തീർത്ഥാടന പള്ളിയാണ്. പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രകാരം ശുദ്ധതയുള്ള, നല്ല മനസ്സുള്ള, വിശ്വാസത്തിന് ആഴപ്പെട്ട കുട്ടികളെ ലഭിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവരെക്കുറിച്ച് അഭിമാനിക്കാം, സന്തോഷിക്കാം. കുടുംബാംഗങ്ങളുടെ പേര് സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേര്, ഇടവകയിലെ 110 കുടുംബാംഗങ്ങളുടെ പേര്, യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ മെർലിന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും ഇടവക കൂട്ടായ്മ ഒന്നാകെ നേരുകയാണ്. നാട്ടിലെത്തി ഈ ഒരു കാര്യത്തിൽ പിതാവെടുക്കുന്ന ഒരു പ്രത്യേക താല്പര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. റോബിചാനും കുടുംബവുമായിട്ട് പിതാവ് ഒരു വൈദികനായിരിക്കുന്ന കാലം മുതൽ തന്നെയുള്ള വളരെ വലിയ അടുപ്പവും സ്നേഹബന്ധവുമാണ്. അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ വന്ന് അതിനുവേണ്ടി ഡൽഹിയിൽ നിന്ന് വന്ന് നേതൃത്വം നൽകി. ഇന്ന് മെർലിൻ്റെ വിവാഹ മനസ്സമ്മതത്തിനും പിതാവ് വളരെ സന്തോഷത്തോടെ ഭവനത്തിലെത്തി പ്രാർത്ഥിക്കുകയും പള്ളിയിൽ വന്ന് ഇന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തു. അഭിനന്ദ പിതാവിനോട് കുടുംബത്തിനുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു.